കൊടുത്ത് ഇവിടെ വ്യവസായം വരുത്തി ഈ ജൂലൈ 8-ാം തീയതി BPCL, HOCL കമ്പനികളിൽ നിന്നും വായുമലിനീകരണം രൂക്ഷമെന്ന റിപ്പോർട്ടിന് പിന്നാലെ വീടൊഴിയേണ്ടി വന്ന എറണാകുളം അയ്യൻകുഴിയിലെ ജനങ്ങൾ ഓണസദ്യ ഒഴിവാക്കി പ്രതിഷേധിച്ചു. റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം 2 മാസത്തോളമായി അയ്യൻകുഴിയിലെ 30ഓളം കുടുംബങ്ങളെ സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അത്തം നാൾ മുതൽ പട്ടിണിയിലാണെന്നും ഹോട്ടൽ ഒഴിഞ്ഞു തരണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രതിഷേധത്തിനിടയിലും പോയ ഓണക്കാലം കണ്ണീരോടെ ഓർക്കുകയാണ് അയ്യൻകുഴിയിലെ നിവാസികൾ. ഒരു ദിവസം രാത്രി ഒരു ഡ്രസ്സ് മാത്രം 8 ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നതാ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണെങ്കിലും നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ തലറക്കം, ഛർദി, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു ഓർഡർ ഇട്ട് അങ്ങനെ സ്ഥലം എടുക്കാന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഓർഡർ ഇടാത്തതെന്ന് അറിയുന്നില്ല. അതുപോലെ നമ്മുടെ മന്ത്രി, രാജീവ് മന്ത്രി ഇതുവരെയായിട്ട് ഇങ്ങോട്ടൊന്നും നോക്കിയിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാവർക്കർമാരുടെ തിരുവോണം സമരപ്പന്തലിൽ തന്നെ. തിരുവോണ ദിവസം ആശാമാർക്ക് പിന്തുണയുമായി മുട്ടത്തറ സ്വദേശി കൃഷ്ണകുമാർ പ്രതിഷേധ മാരത്തോൺ സംഘടിപ്പിച്ചു. സമരത്തിന്റെ 209-ാം ദിവസമായ ഇന്ന് 209 മിനിറ്റ് സെക്രട്ടേറിയറ്റിന് ചുറ്റും ഓടിയായിരുന്നു പ്രതിഷേധം. നാളെ ആകുമ്പോൾ 7 മാസം തികയാണ് ഈ സമരം ആരംഭിച്ചിട്ട്. ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മിറ്റി അവർ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും 2 ആഴ്ച പിന്നിടുകയാണ്. അപ്പോൾ സർക്കാർ ഒരു നിലപാടും എടുക്കുന്നില്ല. ഘട്ടം ഘട്ടമായി അത് 21,000 രൂപയിൽ മിനിമം വേതനത്തിൽ കൊണ്ടെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലും നൽകാൻ തയ്യാറാകാതിരുന്നിട്ട് ഞങ്ങൾ ഡിമാൻഡ് നേടിയിട്ട് മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ. പുഞ്ചകൃഷിക്ക് ശേഷം സർക്കാർ സംഭരിച്ച നെല്ലിന്റെ പണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ കർഷകർ കഞ്ഞിവെച്ചു. പുതുക്കിയ മാനദണ്ഡങ്ങൾ കർഷക വിരുദ്ധമാണെന്നും പ്രതിഷേധിച്ചവർ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.